റിവ്യൂ പറയുമ്പോൾ കഥ പറയാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ ചില സിനിമകളിൽ റിവ്യൂ പറയുമ്പോൾ കഥ പറയാറുണ്ട്. ഞാനത് ഇപ്പോൾ ഉദാഹരണം പറയാനാണെങ്കിൽ ചില സിനിമകൾ പറയുമ്പോൾ അതിൻ്റെ നല്ല നല്ല പോയിന്റ്സ്, അത് പുള്ളിക്കാരനെ സംബന്ധിച്ചോളം നല്ല പോയിന്റ് അല്ല, പക്ഷേ ആ സിനിമ കാണാൻ പോകുന്ന ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചോളം പുള്ളിക്കാരൻ അങ്ങനെ പറയുമ്പോഴത്തേക്ക് അതിലൊരു സ്പോയിലർ ഉണ്ടാവും. ചില സിനിമകൾ പുള്ളിക്കാരൻ അങ്ങനെ പറയാറുണ്ട്. അത് ഞാൻ നോട്ടീസ് ചെയ്ത കാര്യമാണ്. ചില സിനിമകളിലെ കഥകൾ പുള്ളിക്കാരൻ റിവ്യൂവിൽ കൂടെ പറയും. അതൊന്നും ഒരു നല്ല കാര്യമല്ല. കാരണം അങ്ങനെ പറയുമ്പോഴത്തേക്കും ആ സിനിമ കാണാൻ പോകുന്നവർക്ക് അതൊരു ഡിസ്റ്റർബിങ് ആയിരിക്കും, അല്ലെങ്കിൽ അത് അവർക്ക് ആ ഒരു ഹൈ മൊമെന്റ് ചിലപ്പോൾ കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ അത് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സീക്രട്ട് ഓഫ് കലിംഗ എന്ന് പറഞ്ഞ ഈ മൂവി സത്യം പറഞ്ഞാൽ ഇതിങ്ങനത്തെ സിനിമ ഇറങ്ങിയെന്ന് ഞാൻ അറിഞ്ഞത് ഈ പുള്ളിക്കാരൻ റിവ്യൂ ചെയ്തപ്പോഴാണ്. അതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ച് ഹൈ സിനിമകളാണ് ഞാൻ തിയേറ്ററിൽ പോയി കാണാറ്. അതായത് ഇപ്പം എനിക്ക് കാണണമെന്ന് അത്ര ക്യൂരിയോസിറ്റി ഉള്ള മൂവികൾ ഞാൻ ആരും റിവ്യൂ നോക്കാതെ പോയി കാണാറുണ്ട്. ഒരാളെ റിവ്യൂ നമ്മളെ സ്വാധീനിക്കാൻ ഒരിക്കലും പാടില്ല. കാരണം അത് അയാളുടെ അഭിപ്രായമാണ്, നമുക്ക് നമ്മളെ ഒരു അഭിപ്രായം വേണം. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൻ്റെ ഡയറക്ടർ തന്നെ പുള്ളിക്കാരന് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ബ്രോ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുക. അപ്പോൾ പുള്ളിക്കാരൻ്റെ കാഴ്ചപ്പാടിൽ പുള്ളിക്കാരൻ ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതിൻ്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും വന്ന് നിന്നിട്ട് സിനിമേനെ വ്യക്തിഹത്യ ചെയ്ത് നശിപ്പിക്കാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞാൽ അത് എന്തർത്ഥമാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഈ റിവ്യൂവിൽ ഞാൻ ഈ റിവ്യൂ പൂർണ്ണമായിട്ടും കണ്ടില്ല, ഞാൻ കുറച്ചേ കണ്ടത്തുള്ളൂ. ഈ റിവ്യൂവിൽ ചിലപ്പോൾ ആ സിനിമയുടെ കഥകൾ ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു നല്ല പ്രവണത അല്ല. കാരണം ആ സിനിമ ഇപ്പോൾ കാണാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചോളം ഈ ചിലപ്പോൾ അറിയാതെ റിവ്യൂ കാണുകയാണെങ്കിൽ തന്നെ അത് ആ പുള്ളിക്കാരൻ ചിലപ്പോൾ കാണാതിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കും. കാരണം ഈ കഥയെ മൊത്തം ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ എനിക്ക് അത് ഒരു നല്ല കാര്യമല്ല. പിന്നെ ഈ പുള്ളിക്കാരൻ്റെ റിവ്യൂ ഞാൻ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു 80% ജെന്യൂനിറ്റി തോന്നാറുണ്ട് സിനിമകളിൽ. പിന്നെ ചില സിനിമകൾ പുള്ളിക്കാരൻ്റെ ഐഡിയോകൾ എനിക്ക് ഒത്തുപോകാൻ പറ്റാറില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രൊമാൻസ് എന്ന് പറഞ്ഞ സിനിമ പുള്ളിക്കാരൻ നല്ല റിവ്യൂ ഇട്ടതാണ്, അതെനിക്ക് ഒട്ടും വർക്കാവാത്തൊരു പടമാണ്. പിന്നെ ഭീഷ്മർ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. മമ്മൂക്കയുടെ ഗംഭീര പടമായിരുന്നു, പക്ഷേ അത് ഈ പുള്ളിക്കാരൻ അത്ര നല്ല പടമല്ല, നല്ല റിവ്യൂ അല്ല ഇട്ടത്. പിന്നെ കാതൽ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമയാണ്, അതിനും പുള്ളിക്കാരൻ നല്ല റിവ്യൂ അല്ല ഇട്ടത്. അപ്പം പുള്ളിക്കാരൻ്റെ റിവ്യൂ സ്വാധീനിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഭീഷ്മറും പുള്ളിക്കാരൻ നെഗറ്റീവ് ഇട്ടത്, അത് നല്ല ഹിറ്റായല്ലോ. അതുപോലെ കാതൽ എന്ന് പറഞ്ഞ സിനിമ പുള്ളിക്കാരൻ നെഗറ്റീവ് പറഞ്ഞു, അത് ഹിറ്റായി. പിന്നെ റൊമാൻസ് പുള്ളിക്കാരൻ പോസിറ്റീവ് പറഞ്ഞിട്ടും തിയേറ്ററിൽ ഹിറ്റായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും ഒരാളെ റിവ്യൂ നമ്മളെ ഒരു സിനിമ കാണാൻ വേണ്ടി ആ റിവ്യൂ നമ്മൾ നോക്കി പോകരുത്. കാരണം നമുക്ക് നമ്മളതായ ഒരു അഭിപ്രായം വേണം. അത് പുള്ളിക്കാരൻ്റെ അഭിപ്രായമാണെന്ന് മാത്രം ജസ്റ്റ് മൈൻഡ് വെച്ചാൽ അതൊരു സിനിമ നിങ്ങൾക്ക് കാണണമെന്ന് ആരോടെ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. പിന്നെ ഈ പുള്ളിക്കാരൻ റിവ്യൂ പറയുമ്പോൾ ഇങ്ങനെ കഥ പറയുന്നുണ്ടെങ്കിൽ അത് മോശമായ കാര്യമാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് വരാം. ഈ സീക്രട്ട് ഓഫ് കലിംഗ എന്ന് പറഞ്ഞ മൂവി ഈ പുള്ളിക്കാരൻ്റെ റിവ്യൂവിൽ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ടറിന് നടഞ്ഞാവണം, അതിനുവേണ്ടി ധ്യാനം യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. പിന്നെ ധ്യാൻ ശ്രീനിവാസനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത്രയും ഒരു ജെന്യൂനായ ഒരു മനുഷ്യൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. കാരണം പുള്ളിക്കാരൻ ഒരുപാട് പുതിയ ഡയറക്ടേഴ്സിന് അവസരങ്ങൾ കൊടുക്കാറുണ്ട്. ഇവർ ഏത് മലയാളം അങ്ങനെ ചെയ്യുമെന്ന് ആലോചിക്കണം നിങ്ങൾ. ഒരുപാട് പുതിയ ഡയറക്ടേഴ്സിന് ചാൻസ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പുള്ളിക്കാരന് ഈ അശ്വന്തോക്കിന് എത്ര സിനിമകൾ ബോംബ് ബോംബെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് പോലും പുള്ളിക്കാരൻ ട്രിഗർ ആകുകയോ അശ്വന്തോക്കിനെ പോയി മോശമായി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് പുള്ളിക്കാരൻ്റെ ഒരു ക്വാളിറ്റിയാണ്. അതിനും അശ്വന്തോക്ക് പറഞ്ഞ പോലെ ദ ഗ്രേറ്റ് ശ്രീനിവാസൻ സാറിൻ്റെ മോൻ എന്ന് പറയുന്ന ഒരു ടാഗ് അത് പുള്ളിക്കാരന് അതുണ്ട്. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഒന്നും ബോധറല്ല. പുള്ളിക്കാരൻ ഇപ്പോൾ ആരെന്ത് പറഞ്ഞാലും പുള്ളിക്കാരൻ അത് ചിരിച്ചുകൊണ്ട് നേരിടുന്നതാണ്. പിന്നെ പുള്ളിക്കാരൻ തന്നെ അറിയാം, പല സിനിമകളും പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ സിനിമയ്ക്ക് അഭിനയിക്കാൻ പോയത് എനിക്ക് പൈസയ്ക്ക് വേണ്ടിയാണ്, കാരണം എനിക്കറിയാം ഇത് വർക്കാവില്ലെന്ന്, ആ സബ്ജക്റ്റ് വർക്കാവില്ലെന്ന് പുള്ളിക്കാരൻ തന്നെ പലതിലും ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അതാണ്. പിന്നെ പുള്ളിക്കാരൻ ഒരിക്കലും ഒരു മോശം പറഞ്ഞില്ല, പുള്ളിക്കാരൻ നല്ലതെന്ന് പറഞ്ഞാണ്. പക്ഷേ പുള്ളിക്കാരൻ കുറച്ച് ഇതുപോലത്തെ പടങ്ങൾ എടുക്കുന്നുണ്ട്. അതായത് പക്ഷെ അതൊരിക്കലും പുള്ളിക്കാരൻ ഒരു ഡയറക്ടറിന് ഒരു അവസരം കൂടെ കൊടുക്കുന്നതാണ്. കാരണം ആ ഡയറക്ടറിന് ചിലപ്പം വിശ്വസിച്ച് പോകാൻ പറ്റുന്ന വേറെ ഒരു നടൻ ചിലപ്പം ആ പുള്ളിക്കാരൻ സിനിമ എടുക്കണമെന്നില്ല, എന്തെങ്കിലും പ്രീവിയസ് വർക്ക് എന്തെങ്കിലും കാണിക്കേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ പുള്ളിക്കാരൻ അവർക്കൊരു അവസരം കൊടുക്കുന്നത് വലിയൊരു കാര്യമാണ്. അപ്പം ഞാൻ പറയുന്നത് ഇപ്പം ഈ ഡയറക്ടർ മാറണം. ഇപ്പം നമ്മളെ മലയാള ഓഡിയൻസിനെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും നല്ല സിനിമകൾ ഉണ്ടാകുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മളെ മോളിവുഡാണ്. അപ്പം ഇവിടെ ഉണ്ടാകുന്ന സിനിമകളെന്ന് പറയുന്നത് പല സ്റ്റേറ്റിലെ ആൾക്കാരും ഇവിടെ എന്താണ് സിനിമകൾ നടക്കുന്ന പുതിയ മാജിക് എന്താണെന്ന് നോക്കിയിരിക്കണം. അപ്പോൾ അവിടെ ഇങ്ങനത്തെയൊക്കെ സിനിമകളുണ്ടെന്ന് വർക്കാവില്ല. നമ്മുടെ ഓഡിയൻസ് അത്രയും വളർന്നു കഴിഞ്ഞു, പണ്ടത്തെ ഓഡിയൻസ് അല്ല. ഇപ്പം ചിലപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ഈ സിനിമ ഒരു 2012-13 കാലഘട്ടത്തിൽ ചിലപ്പോൾ ഹിറ്റായിരിക്കും. അപ്പോൾ പുള്ളിക്കാരനെ കുറച്ചുകൂടി അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പം ഈ സിനിമയൊക്കെ വർക്കാകും. ഈ സിനിമ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സിൽ കൂടെ ഞാൻ വരുന്നതാണ്. പിന്നെ നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായും ഓടും ബ്രോ. ഇപ്പം ഒരു 10 പേരെ നിങ്ങളുടെ സിനിമ കാണുള്ളൂ, ആ 10 പേർക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ട ആ 10 പേരും പോയി അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും, എടാ നല്ല സിനിമ ഞാൻ കണ്ടത്, തിയേറ്ററിൽ പോയി തീർച്ചയായും കാണണമെന്ന്. അവർക്ക് വർക്കായെങ്കിൽ നിങ്ങളുടെ സിനിമ ഓടും. പിന്നെ റിവ്യൂ ഒന്നും ഒരിക്കലും ഒരാളെ സ്വാധീനിക്കുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ പറയുക, ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ, ദൃശ്യം 3 എനിക്ക് വർക്കായ പടമാണ്, നല്ല പടമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ പലർക്കും ആ സിനിമ അത്ര വർക്കായില്ല. എന്നാലും മെജോറിറ്റി ഓഫ് ദ ഓഡിയൻസിന് ആ സിനിമ വർക്കായതുകൊണ്ട് ആ സിനിമ തിയേറ്ററിൽ നല്ല ഹിറ്റായി. അപ്പം അതാണ്, ഓഡിയൻസാണ് എല്ലാത്തിനും കാര്യം. ഓഡിയൻസിൻ്റെ സിനിമ നല്ലോണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ വേർഡ് ഓഫ് മൗത്തിൽ കൂടെ ആ സിനിമ കയറിപ്പോവും. അതാണ് ഇവിടെ നടക്കുന്നത്.
അപ്പോൾ അത് പുള്ളിക്കാരന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു സിനിമ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടപ്പാടായ കാര്യമാണ്. ഇപ്പോൾ ഒരു ഡയറക്ടറെ പ്രൊഡ്യൂസറിനെ കൺവിൻസ് ചെയ്ത് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് അത് ഉറപ്പാണ്. ആ കഷ്ടപ്പാട് എന്തായാലും തീർച്ചയായും ഉണ്ട്. പക്ഷേ നിങ്ങളിപ്പം എടുക്കുമ്പോഴത്തേക്കും ബ്രോ അത് ഇപ്പോൾ ഒരു ഇപ്പോഴത്തെ നമ്മളൊരു നിലവിലെ മലയാള സിനിമയെ ഒന്ന് വിഷ്വലി അല്ലെങ്കിൽ ഒന്ന് അനലൈസ് ചെയ്തിട്ട് സിനിമ എടുക്കുക. കാരണം നമ്മളെ ഇൻഡസ്ട്രി നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന സിനിമകളെന്ന് പറഞ്ഞാൽ ഒരു വർഷം ഇപ്പോൾ ഒരു 200 സിനിമകൾ ഇറങ്ങുകയാണെങ്കിൽ അതിൽ 10-12 സിനിമ മാത്രമേ ഒരു ഹിറ്റ് ആവുന്നുള്ളൂ. ബാക്കി സിനിമകളൊക്കെ ആവറേജും ഫ്ലോപ്പൊക്കെ ആയി പോവുകയാണ്. കാരണം ആ ഹിറ്റാവുന്ന 10 സിനിമയിലും ഓഡിയൻസ് നോക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു പുതുമ ഉണ്ട്. അതാണ് ആ സിനിമയുടെ മാജിക്. ഇപ്പോൾ ലോക എന്നുള്ള സിനിമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേക്കിങ്ങും അതിൻ്റെ ഒരു സ്റ്റോറി ലൈനും എല്ലാം അടിപൊളിയാണ്. ഇപ്പോൾ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അതിൽ കഥയിൽ കുറച്ച് ഫ്ലോ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ആ ഫ്രാഞ്ചൈസ് 1 ഉം 2ൻ്റെ ഒരു ഹാർഡ് കോർ ഫാൻസിന് 3 എന്തായാലും അവരെ ചിലവരെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്, ചിലവരെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ചോളം എനിക്കത് ഓക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ഹാഫ് കുറച്ച് ഭാഗങ്ങളൊക്കെ കുറച്ച് ലാഗ് പോലെ തോന്നിയെങ്കിലും എനിക്ക് ക്ലൈമാക്സ് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. അപ്പം അങ്ങനെയുള്ള കുറേ ഓഡിയൻസ് ഉണ്ട്. അപ്പം നിങ്ങളൊരു സിനിമ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ മലയാള സിനിമയുടെ നിലവാരം ഇപ്പോൾ എവിടെയാണെന്ന് ചിന്തിക്കുന്ന സിനിമ എടുത്തിട്ട് നിങ്ങൾക്ക് തീർച്ചയായും വിജയിക്കാൻ കഴിയും. ഇപ്പോൾ ബ്രോ ഇപ്പോൾ എന്ത് ചെയ്യുക, ബ്രോ ഇതിൽ നിന്ന് ഇനി കയറി വരിക. ഇതിൻ്റെ ഡയറക്ടർ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ഇരുന്ന് ഒരു നല്ലൊരു കഥ നിങ്ങൾ തന്നെ ഇരുന്ന് സമയമെടുത്ത് വർഷങ്ങളെടുത്താലും ശരി നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. അങ്ങനത്തെ ഒരു നല്ലൊരു കഥ സ്റ്റോറി ഉണ്ടാക്കി ആ സിനിമ തിയേറ്ററിൽ ഇറക്കി നിങ്ങൾ ആ സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ നിങ്ങളുടെ തലവര അവിടെ മാറും. എപ്പോഴും ഒരു സംവിധായകൻ്റെ ലാസ്റ്റ് പടമായിരിക്കും എല്ലാവരും നോക്കുന്നില്ല, തുടക്കമല്ല. ഇപ്പോൾ തുടക്കം ഫ്ലോപ്പായപ്പോൾ ഒരുപാട് സംവിധായകരുണ്ട്, അവർ പിന്നെ കയറി വരുന്നവരുണ്ട്. പിന്നെ വലിയ വലിയ സംവിധായകരുടെ അടി പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മണിരത്നം തന്നെ പറയാനാണെങ്കിൽ പുള്ളിക്കാരൻ്റെ ഇറങ്ങിയ സിനിമ ഉണ്ടല്ലോ, നമ്മുടെ ഏതാ പറയണ്ടേ, ഞാൻ മറന്നുപോയി, നമ്മുടെ ചിമ്പുവും ഇവൻ കമലഹാസനുള്ള ഒരു പടം ഉണ്ടല്ലോ, ആ സിനിമയുടെ പേര് പോലും ഞാൻ ഓർക്കുന്നില്ല. ആ സിനിമയൊക്കെ ഫ്ലോപ്പല്ലേ. മണിരത്നം എന്ന് പറഞ്ഞ ഒരു ഗ്രേറ്റ് ഡയറക്ടർ അല്ലേ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ നായകനാണെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടേതായ രീതിക്ക് പോവുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായും വിജയം ഉണ്ടാവും. നിങ്ങൾ അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇനി ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് നിങ്ങൾ എഴുതി സംവിധാനം ചെയ്ത് തിരിച്ചു വാ ബ്രോ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ.